തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി വൻ ഭൂരിപക്ഷം നേടിയത് പരിശോധിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് M.V. ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പ് വായിക്കാം. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തി SIT അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ 2 കള്ളത്തെമ്മാടികളെ പാർട്ടിയിൽ നിന്നും ജയിലിൽ പോയ ദിവസം തന്നെ ചവിട്ടി പുറത്താക്കിയിരുന്നു എങ്കിൽ ബസ് ഡ്രൈവർ യദുവിനെ സുരേഷ് ഗോപി സ്റ്റൈലിൽ തന്റെ ഔദ്യോഗിക വാഹനം മുന്നിലിട്ട് തടഞ്ഞ് ധാർഷ്ട്യത്തോടും അഹങ്കാരത്തോടും പെരുമാറിയത് തെറ്റാണ് എന്ന് ഒരു വാക്കുപോലും ഉരിയാടാത്ത അങ്ങ്, അല്ലെങ്കിൽ അന്നേ ഇവരെ ചവിട്ടിപ്പുറത്താക്കി മാതൃക കാട്ടിയിരുന്നു എങ്കിൽ ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു. മേയർ ആര്യ രാജേന്ദ്രന് ഇപ്പോൾ വയസ്സ് 26. ഞാൻ കണ്ട ഒരു സംഭവം പറയട്ടെ എന്ന് കുറിച്ചിട്ടാണ് അദ്ദേഹം തുടർന്നെഴുതുന്നത്. കഴക്കൂട്ടത്ത് ഒരു യോഗത്തിന്, എന്തിന് ഏതിന് എന്ന് പറയുന്നില്ല, ഒരു യോഗത്തിന് വന്നപ്പോൾ സ്വന്തം അപ്പൂപ്പന്റെ പ്രായമുള്ള ഒരു സഖാവിനെ പേര് പറഞ്ഞ് വിളിച്ചത് ഞാൻ ഓർമ്മിക്കുന്നു. വെറും പേര് പറഞ്ഞ് അഹങ്കാരത്തോടെ. കാണാത്തവൻ കാണുമ്പോൾ കണ്ടതെല്ലാം കൈലാസം. കുപ്പിപ്പാല് പോലും കുടിക്കാൻ അറിയാത്ത ഒരു ബാലികയെ തിരുവനന്തപുരം പോലെ ഒരു കോർപ്പറേഷന്റെ മേയറാക്കുക വഴി തിരുവനന്തപുരത്തെ ജനങ്ങളെ നിങ്ങൾ വെല്ലുവിളിച്ചു. ജനവിധി എന്നത് എന്ത് കോപ്രായവും കാണിക്കേണ്ട ലൈസൻസ് അല്ല എന്ന് ഓർക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ മുതൽ പലതരത്തിലുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഏറെയും കേൾക്കുന്നത് ആര്യ രാജേന്ദ്രന്റെ ചില നിലപാടുകളും അവരുടെ ഇടപെടലുകളും ഒക്കെ വളരെയധികം നെഗറ്റീവായി പാർട്ടിക്ക് ബാധിച്ചു എന്നത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഒരു പ്രസ്താവനയും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതുവരെ പലരും പറയാതിരുന്ന കാര്യങ്ങളാണ് ഈ ഒരു തോൽവിക്ക് ശേഷം ഇതിനുള്ളിൽ നിന്ന് തന്നെ പലരും പറയുന്നത്. മറ്റൊരു സഖാവ് ഫേസ്ബുക്കിൽ കുറിച്ചതാണ്, ഈ ഇത്രയും ജനകീയമായിരുന്ന തിരുവനന്തപുരത്തെ, അതായത് അവർ പറയുന്നത് ഒരിക്കൽ പോലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തിരുവനന്തപുരം ഇടതിന്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഇടത്തെ ഇത്രമാത്രം ഇടതിന്റെ കയ്യിൽ നിന്ന് പോകാൻ കാരണമാക്കിയത് ആര്യ രാജേന്ദ്രൻ എന്ന മേയറുടെ ചില നിലപാടുകൾ തന്നെയാണ്. പലപ്പോഴും ആര്യ രാജേന്ദ്രന്റെ പുച്ഛഭാവവും അതുപോലെ മുതിർന്നവരെ മാത്രം ബഹുമാനിക്കുന്ന ആ ഒരു നിലപാടുമൊക്കെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അത് പലപ്പോഴും വോട്ടർമാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഈ പരാജയത്തിന്റെ പിന്നിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാന കാരണം എന്ന് ഈ മേയറുടെ തന്നെ ഒരു സമപ്രായക്കാരിയായ ഒരു സഖാവ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും പുകയുകയായിരുന്നു, ഉള്ളുകൊണ്ട് പലരും പുകയുകയായിരുന്നു. ഒന്നും ഇതുവരെ എതിർത്തു പറയാതെ പുകഞ്ഞിരുന്ന പലരും ഇപ്പോൾ ഈ ഒരു തോൽവിക്ക് ശേഷം പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു തിരുത്തലിന് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്കും സമയമുണ്ടോ എന്ന് അറിയില്ല. എന്നിരുന്നാൽ പോലും ജനങ്ങൾ അവർ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഇപ്പോൾ ഇടത് സർക്കാരിന് മനസ്സിലായിട്ടുണ്ടാവണം. കാരണം എന്തൊക്കെ കൊടുത്താലും ജനങ്ങൾ സഹിക്കുന്നതിന്, മനുഷ്യർ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതിന് ഉണ്ടായിരിക്കുന്ന ഈ കനത്ത തിരിച്ചടിയും പ്രഹരവും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.